ഞാൻ ഇവിടെ കുറച്ച് നെത്തോലി കഴുകി അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ നെത്തോലി അച്ചാറിടാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഉപ്പും മുളക് പൊടിയും പുരട്ടി ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച് എടുത്തതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് മുളക് പൊടിയൊക്കെ പുരട്ടുന്നത് കാണിച്ചില്ല. എന്നാലും എല്ലാവർക്കും അറിയാം, നമ്മൾ എടുക്കുന്ന മീൻ ആവശ്യമായ മുളക് പൊടി ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിലേക്ക് പോവാം. ഇപ്പോൾ മീൻ വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ എണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മീൻ എടുക്കുന്നതനുസരിച്ച് നമുക്ക് എണ്ണ ഒഴിക്കണം. തോനെ വറുത്തെടുക്കാനുണ്ടെങ്കിൽ തോനെ എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഈ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് മീൻ കുറേശ്ശെയായിട്ട് വാരിയിട്ട് കൊടുക്കാം. അപ്പം മീൻ വാരിയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. പുരട്ടി നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുന്നുണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അരപ്പെല്ലാം അതിനകത്ത് തന്നെ പിടിച്ചിരിക്കും. മറ്റേ അങ്ങോട്ട് ഇളവി പോവില്ല. അരപ്പ് വേറെ മീൻ വേറെ അങ്ങനെ ആയിട്ട് കിടക്കില്ല. ഇപ്പോഴും ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് മീൻ എണ്ണയിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇളക്കുകയൊന്നുമല്ല, തിരിച്ചിടുകയൊന്നുമല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണം. ഇങ്ങനെ തിളച്ച് പൊന്തി വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. മീൻ ഇതുവരെ വെന്തിട്ടില്ല. എണ്ണ ഇതുപോലെ പതഞ്ഞ് കയറുകയാണ്. ഇതിപ്പോഴാണ് ഇങ്ങനെ ഈ എണ്ണ ഇങ്ങനെ പതഞ്ഞ് കയറുന്നത്. പണ്ടൊന്നും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ ഇങ്ങനെ പതഞ്ഞൊന്നും കയറില്ല. ഇപ്പോഴത്തെ എന്തൊരു മായമാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇത് വെജിറ്റബിൾ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. എത്രയും നല്ല നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ മീൻ വെന്തിട്ടില്ല. ഈ ലോ ഫ്ലെയിമിലാക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലേ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ മീൻ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീൻ ഇങ്ങനെ കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ ഇങ്ങനെ കോരുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് മീനും കോരി നിരത്തിയിട്ടുണ്ട്. തോന്നിച്ച് എണ്ണ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നമുക്ക് മീൻ നിരത്താം. അതുപോലെ ഇത് നിരത്തിയിട്ടുണ്ട്. നിരത്തുന്ന കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. രണ്ടാമത്തെ ട്രിപ്പിട്ട മീൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പതുക്കെ നീക്കും. നമ്മൾ കിടക്കുന്നിടത്തുനിന്ന് ഈ ഫ്രൈ പാൻ ആയതുകൊണ്ട് ചെവിട്ടി പിടിക്കുമെന്ന് പേടിക്കണ്ട. അപ്പോഴാ എണ്ണയിൽ മുങ്ങി കിടക്കുന്ന നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് നീക്കി കൊടുക്കണം. നമ്മൾ പൊരിച്ച് വെച്ച നെത്തോലിയാണ് ഫ്രൈ ചെയ്ത് വെച്ചത്. പിന്നെ അതിന് അച്ചാർ തയ്യാറാക്കുന്നതിന് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ഉലുവാപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കറിവേപ്പില, പച്ചമുളക്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് വിനാഗിരി. ഇതിന് തയ്യാറാക്കുന്ന ഇതിലേക്ക് പോവാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. ഇത്രയും വലിയ പാത്രം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇളക്കി എടുക്കാൻ ഇത്രയും വലിയ പാത്രം വേണം. നമ്മൾ നെത്തോലി പൊരിച്ചെടുത്ത എണ്ണ തന്നെയാണ് അതിൽ ഒഴിക്കുന്നത്. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിലേക്ക് ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്.
ഇനി അതിലേക്ക് നമ്മൾ ആ മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മൂക്കണം. ഇനി തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമുക്കിപ്പോൾ കണ്ടപ്പോൾ എണ്ണ ഇത് പോരെന്നൊക്കെ തോന്നും. ഇത് മതി കേട്ടോ. മീനകത്തുനിന്ന് എണ്ണ ഇറങ്ങും മീനിടുമ്പോഴത്തേക്ക്. ഇനി ഓരോ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവാപ്പൊടിയും ചെറിയ ജീരകവും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇടാൻ. ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മീനായിട്ട് വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. കുറേശ്ശെ മീനായിട്ട് ഇതുപോലെ തയ്യാറാക്കി വെച്ചിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ട് പോകാനായാലും എല്ലാം വലിയവർക്ക് കഴിക്കാനായാലും എല്ലാം വലിയൊരു നെത്തോലിയുടെ സീസണൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കണം. ഇനി ഇത് കുരുമുളക് പൊടിയാണ്. ഇനി ഇത് വിനാഗിരിയാണ് ഒഴിച്ചത്. ഇനി നമുക്ക് മീനെടുത്ത് തട്ടി കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ എണ്ണ ഇത് കണ്ട ഇതെല്ലാം ഇനി വടിച്ചൊഴിക്കണം. ഇതിൻ്റെ അകത്ത് ഒന്ന് പുരട്ടിയിട്ട് ഇളക്കിയിട്ട് ചെയ്യാം. ഇതൊന്ന് വീഡിയോ കട്ട് ചെയ്യാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓരോന്ന് ഇടുമ്പോഴത്തേക്ക് ഏതെങ്കിലും മിസ്സായി പോവും. അപ്പോൾ ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്ക് കൂടെയൊക്കെ ഇടും. ചട്ടുവത്തിൽ നിന്ന് എപ്പോഴും ഇളക്കി ഇട്ട് കൊടുക്കണം. ചട്ടുവത്തി ഇരിക്കുന്നത് മസാല ഇരിക്കും. ഇപ്പോൾ നമ്മൾ ആ മസാല തയ്യാറാക്കിയപ്പോഴത്തേക്ക് ആ മസാലയിൽ ഇച്ചിരി ഉപ്പിടണമായിരുന്നു. അല്ലെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചപ്പോൾ അതിലേക്ക് ഉപ്പിടണമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മളിത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടേക്ക്. ഈ മീനിൻ്റെ അകത്തുനിന്ന് എണ്ണയെല്ലാം ഇറങ്ങി വരണം. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൂടെ ഞാൻ ഇടണം. ഉപ്പിൻ്റെ കുറവ് വന്നത് അതാണ്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതയ്ക്കുമ്പോൾ അതിൽ ഉപ്പിട്ട് ചതയ്ക്കണം. അല്ലെങ്കിൽ മസാല തയ്യാറാക്കുമ്പോൾ ആ മസാല കൂട്ടിൽ ഉപ്പിടണം. മീൻ ഉപ്പിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത്. ഇപ്പോൾ ഇതിലേക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇടാം.
മസാല നല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂക്കണം. എന്നിട്ട് അതിൽ കിടന്ന് മസാലയൊക്കെ നല്ലതുപോലെ മൂത്തിട്ട് വേണം മീനിടാൻ. മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നെത്തോലിയുടെ സീസണൊക്കെയാണ്. കുറച്ച് വാങ്ങിച്ച് ഇതുപോലെ അച്ചാറിട്ട് വെച്ചിരുന്നത് അത് 1 മാസം വരെയൊക്കെ ഇരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് ജോലിക്ക് പോണവർക്കൊക്കെ കൊണ്ടുപോകാനായാലും എപ്പോഴും കറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട. ഇത് മാത്രം തൈരും കൂട്ടി കഴിക്കാൻ വളരെ സൂപ്പറാണ്. നെത്തോലി അച്ചാറും തൈരും മാത്രം മതി, വേറെ കറി ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടണ്ട. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ നെത്തോലി അടിച്ച് അച്ചാറിട്ട് വെക്കുന്നത്. എല്ലാ മീനും അച്ചാറിടുന്ന കണക്കല്ല, ഇത് ഒരുപാട് നാളിരിക്കും. ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം.